നമ്മളെങ്ങോട്ടാ പോകുന്നേ? മാത്ത് ക്രൂസൈഡറിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന് എജ്യൂപോർട്ടിൻ്റെ ഇഫ്താർ പാർട്ടിക്കാണ് പോകുന്നത് കേട്ടോ. പുള്ളിക്ക് +2 7 മണിക്ക് ലൈവ് ഉണ്ട്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഇടുക, മുടി ചെയ്യുക, ഇതൊക്കെ ഒരു 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 ഇതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഹാളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ ഓൾറെഡി നമ്മൾ മുന്നേ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഡാനിഷ് സാറിനെ എല്ലാവരും കൂടെ ചേർന്ന് വാരുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ നീലക്കുയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ഓഫീസിലെല്ലാവരും മാത്രമേ ലിഫ്റ്റിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഐതയുടെ കാറിലാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഐതയുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഈ ഒരു ഒറ്റ ഒടിക്കൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ സുഹൈൽ സാറ്, പിന്നെ ഞാൻ, ഡാനിഷ് സാറ്, ഹനീന മിസ്, അവന്യ മിസ്, സാദിഖ് സാറ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓഫീസ് വരുന്നത് സൈബർ പാർക്കിലാണ് കേട്ടോ, നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ വേറൊരു ഓഫീസുള്ളത്. സോ അവിടേക്കാണ് നമ്മുടെ ഈ ഒരു ഇഫ്താറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കാറിലുള്ള ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും 7:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് സ്റ്റുഡിയോയിലെത്തണം. കാരണം 7:30 ഇവർക്ക് എല്ലാവർക്കും പല ക്ലാസ്സുകളിലായിട്ട് ലൈവ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെയുള്ള ആ ഒരു എജ്യൂപോർട്ടിൻ്റെ ഓഫീസ്, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും നല്ല റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് മേലെ നല്ല ഗോൾഡൻ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നിഹാൽ സാറിനെയൊക്കെ കാണുന്നത്. പിന്നെ ഇമ്മാനുവൽ സാറൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിരുന്നു. ആദ്യം ഞങ്ങളാട്ടോ ഇരുന്നുണ്ടായിരുന്നത്, ഫുഡ് മുഖ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. അപ്പോൾ അജാസ്ക വന്നൊരു ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ നോമ്പ് തുറന്ന് ഇങ്ങനെ കാരക്കൊക്കെ എടുത്ത് കഴിച്ചു. എല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് ഓഫീസിലെല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. ആദ്യം കുറച്ചൊരു നോമ്പുറ പലഹാരങ്ങളും കുറച്ച് ഫ്രൂട്ട്സും വാട്ടർമെലൺ ജ്യൂസൊക്കെ ആയിരുന്നു ആദ്യം ഉള്ളത്. അതിന് ശേഷം പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ബിരിയാണിയും നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ, നല്ല യമ്മി ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു. പത്തിരി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പിന്നെ ബാക്കിയുള്ളവരുടെ പ്ലേറ്റിൽ നോക്കുമ്പോഴാണ് ഞാൻ പത്തിരി കാണുന്നത്. അപ്പം ഫുഡൊക്കെ അടിച്ച് മാറി സൂപ്പറാക്കി. അങ്ങനെ നമ്മളെല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ജസീം സാറിൻ്റെ കാറിലാണ് പിന്നെ തിരിച്ച് ഞങ്ങൾ ഓഫീസിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ജസീം സാറിനും ലൈവ് ഉണ്ട് 7:30 ഓഫീസിലെത്തി. നമ്മൾ സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ ഇവരൊക്കെ ഹനീന മിസ് ഇവിടെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ അവിടെ ദാനിഷ് സാറും എത്തി, ലൈവ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ചെറിയൊരു ഇഫ്താർ വിശേഷം. ഓക്കെ, ബൈ ബൈ.